നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അവഗണനകൾക്ക് പാത്രമാകാറുണ്ട്, ഇല്ലേ? നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ വ്യക്തി നമ്മളോട് ഇങ്ങനെ പെരുമാറുമെന്ന്. നമുക്ക് ചില അവസരങ്ങളിൽ അത് മനസ്സിലാകുന്ന പോലും ഉണ്ടാകില്ല. ആ വ്യക്തി നമ്മളെ ഒഴിവാക്കുകയാണ് എന്ന്. ഇതൊന്നും തിരിച്ചറിയാതെ ഒരു കോമാളിയായി ആ വ്യക്തിയോടൊപ്പം കൂടും നമ്മൾ. നിങ്ങൾ എവിടെയും ഇത്തരത്തിൽ അവഗണിക്കപ്പെടാതെ ഇരിക്കാനുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചിലരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ നമ്മളെ വിളിക്കും, സംസാരിക്കും. അല്ലാത്തപ്പോൾ നമ്മുടെ ഒരു വിളിക്കും കാതോർക്കാത്ത ചിലർ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കും അവർക്ക് നമ്മൾ ഏറെ പ്രിയപ്പെട്ടതാണെന്ന്. സത്യത്തിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ അവർ നമ്മളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഒരു ബന്ധത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം എത്ര വിലപ്പെട്ടതാണെങ്കിലും ശരി അതിൽ നിന്ന് തിരിച്ചു നടക്കാൻ ശ്രമിച്ചേക്ക്. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സന്തോഷത്തെ, എന്തിനേറെ നിങ്ങളെ തന്നെയും ആ ബന്ധം ഇല്ലാതാക്കും. എവിടെയും നിങ്ങൾ നിങ്ങളുടെ സന്തോഷമാണ് നോക്കേണ്ടത്. നിങ്ങളെ നിങ്ങളായി അംഗീകരിക്കുന്ന ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോവുക. അവിടെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കും. നമ്മളെ ഒഴിവാക്കുന്നവരെ മാറ്റി നിർത്താൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ്. അത് അവർ ഒരിക്കലും തിരിച്ചറിയില്ല എന്ന് മാത്രം. അവരുടെ ഒരു വിളിയിൽ, ചിരിച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിൽ നമ്മളെല്ലാം മറക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണത്? നിങ്ങൾക്ക് ഒരു മൂല്യവും നൽകാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അയാളുടെ കൂടെയുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴോ അയാൾ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിയൂ. ഒപ്പം പഴയ കാര്യങ്ങൾ മറക്കാതെയും ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുകയില്ല. എല്ലാവർക്കും നക്ഷത്രമാവാനാണ് ഇഷ്ടം. എന്നാൽ സൂര്യന് സൂര്യനായി നിലകൊള്ളാനാണ് ഇഷ്ടം. കാരണം സൂര്യന് സൂര്യൻ്റെ മൂല്യത്തെ നന്നായി അറിയാം. നിങ്ങളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം മുന്നോട്ട് പോകൂ. അതല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂടെയല്ല. നിങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങളും അവഗണിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവരിൽ നിന്നും എത്ര ദൂരെ മാറാൻ കഴിയുമോ അത്രയും ദൂരെ മാറുക. ഇനി ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ സംസാരിച്ച് അവസാനിപ്പിക്കുക. ഒരുപാട് സന്തോഷമോ സങ്കടമോ പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് ആ വ്യക്തിയുടെ കോളുകൾക്കും മെസ്സേജുകൾക്കുമായി കാത്തിരിക്കുന്ന സ്വഭാവത്തെ മാറ്റിയേക്ക്. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു പണിയും ഇല്ലെന്നാണ്. അവർക്കറിയില്ലല്ലോ നമ്മുടെ എല്ലാ തിരക്കുകളും അവർക്കായി മാറ്റിവെച്ചാണ് നമ്മളത് ചെയ്യുന്നതെന്ന്. എപ്പോഴും കുറച്ച് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പെയിൻറ്റിങ് നിങ്ങൾ തന്നെയാണ് പൂർത്തിയാക്കേണ്ടത്. അതിനുള്ള അവസരം ഒരിക്കലും മറ്റൊരാൾക്ക് നൽകരുത്. ഈ ലോകത്തിലെ കുറച്ചു പേർ നിങ്ങളെ അവഗണിക്കുന്നു എന്നത് അത്ര വലിയ വിഷയമൊന്നുമല്ല. നിങ്ങളോടൊപ്പമുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവർ ദൂരെയാകുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രം ടെൻഷൻ അടിക്കുക. ഇതൊരു വട്ടം നിങ്ങളോടൊപ്പം വന്നു ചേർന്നാൽ പിന്നീട് ഒരിക്കലും അത് നിങ്ങളെ പിരിയാത്ത വിധം വ്യക്തികളുടെ കാര്യം അങ്ങ് വിട്ടേക്ക്. അത് ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ അവഗണിക്കുന്നവരെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോവുക. സ്വപ്നങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ ഇവർ തന്നെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നെത്തിക്കൊള്ളും. അതിനേക്കാൾ വലിയ റിവഞ്ച് ഈ ലോകത്ത് മറ്റെന്താണുള്ളത്?